ഗുഡ് മോർണിംഗ് എവരിബഡി. മാർക്കസ് കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്കാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് പ്ലം കേക്ക്. സമയം കളയുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്നൊക്കെ പോകാം. പൊടിച്ച നല്ല ഐസിങ് ഷുഗർ, ഗ്രേവി ബ്രൗണിങ് കാരമൽ. ഇവിടെ ഞാൻ ഇന്ന് ഷുഗർ കരിക്കുന്നില്ല, അതിന് പകരം എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയയാണ് ഞാനിവിടെ പ്രയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മേൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഒരു 125 ഗ്രാം ഷുഗർ എടുത്ത് കാരമലൈസ് ചെയ്യാവുന്നതാണ് അരക്കപ്പ് വെള്ളത്തിൽ. ഒരു 100 ml റമ്മ്, ഒരു അരക്കപ്പ് വെള്ളം, ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തത്, നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തത്, മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്, മൈദ. ഇത് മൈദ തന്നെയാണ്. ഇതൊരു 30 ഗ്രാമുണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ടിനെ പൗഡർ ചെയ്ത് മിക്സ് ചെയ്യാനായിട്ടുള്ള മൈദയാണ്. ബട്ടർ, നെയ്യ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, 5 മുട്ട. ഇത് കേക്കിനുള്ള മസാല പൊടിച്ചതാണ്. ഒരു നുള്ള് ജിഞ്ചർ പൗഡർ, ഒരു 50 ഗ്രാം കാഷ്യൂനട്ട്, ഒരു 30 ഗ്രാം ബദാമിൻ്റെ ഫ്ലേക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഷുഗർ 5 ml ഗ്രേവി ബ്രൗൺ. ഈ കപ്പ് സിറപ്പിൻ്റെയൊക്കെ അളവെഴുതിയ കപ്പിലെടുത്ത് വെച്ച അരക്കപ്പ് വെള്ളത്തിലോട്ട് ഒഴിക്കുകയാണ്. കേക്കിന് കളർ കിട്ടാനായിട്ട് പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും കരിച്ചു വെള്ളം ചേർക്കുന്നില്ല. ഷോർട്ട് കട്ടിൽ കാര്യം സാധിച്ചു കഴിഞ്ഞു. കാരമലൈസ്ഡ് വാട്ടർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റമ്മ ഞാൻ ഡ്രൈ ഫ്രൂട്ടിലോട്ട് സോക്ക് ചെയ്യാൻ ഒഴിച്ചു വെക്കുവാണ്. റമ്മും കാരമലൈസ്ഡ് വാട്ടറും കൂടെ ഒന്നിച്ച് സോക്ക് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഞാനിതിനെ അടുപ്പിൽ വെച്ച് വേവിക്കും. കാരണം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണത്. അതോടൊപ്പം തന്നെ ഈ ലെമൺ പീലും ഓറഞ്ച് പീലും ഇതിനകത്ത് ചേർക്കും. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. എടുത്തു വെച്ച മൈദ ഒരു വലിയ ബൗളിലേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ പൊടിച്ച ഷുഗർ, ഐസിങ് ഷുഗർ ഇടുന്നു. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പൊടിച്ചു വെച്ച മസാലപ്പൊടി, ഒരു നുള്ള് ചുക്കുപൊടി. ഈ 7 ഐറ്റം നല്ലതായിട്ടൊന്ന് ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. റമ്മും ബ്രൗണിയും ചേർത്ത അരക്കപ്പ് വെള്ളം, മിക്സ് ചെയ്ത മിക്സ്ചർ, ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഫ്രൂട്ട്സ് ഒരു ഫ്രൈങ് പാനിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇത് കുക്ക് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റണം. ബാക്കിയുള്ള വെള്ളം ഒരു സ്ട്രെയിനർ കൊണ്ട് അരിച്ച് ഫ്രൂട്ട് എടുക്കണം സെപ്പറേറ്റ്. ആ ഫ്രൂട്ടിനെ വേണം ബാലൻസ് വെച്ചിരിക്കുന്ന പൊടിക്കകത്ത് മിക്സ് ചെയ്ത് ലാസ്റ്റിൽ ഇതിനകത്ത് ചേർക്കുവാൻ. അതോടൊപ്പം തന്നെ ഈ കാഷ്യൂ ഒന്ന് ബ്രേക്ക് ചെയ്തതും ആൽമണ്ടും കൂടി ചേർക്കാവുന്നതാണ്. ഈ വെന്ത ഫ്രൂട്ട്സ് മൈദ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് ചേർക്കുന്നത് ബേക്ക് ചെയ്യുമ്പോൾ ഫ്രൂട്ട് ട്രേയുടെ അടിയിലോട്ട് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് കാരമലൈസ്ഡ് വാട്ടറിലും റമ്മിലും ആയിട്ട് നല്ലപോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് കുക്ക് ചെയ്ത ഫ്രൂട്ടിനെ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അതിലോട്ട് തന്നെ ഈ ലെമൺ പീലും ഓറഞ്ച് പീലും കൂടെ മിക്സ് ചെയ്യുകയാണ്.
അപ്പോൾ അത് അവിടെ നിന്ന് സ്ട്രെയിൻ ആവട്ടെ. നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 വരികയാണ്. 5 മുട്ടയുടെ ഉണ്ണി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇതിനോടൊപ്പം തന്നെ ഉരുക്കിയ ബട്ടർ, നെയ്യ്, റമ്മും കാരമലൈസ്ഡ് വാട്ടറും കൂടെ ചേർത്ത് ഒരു മിക്സിയിൽ ജാറിൽ അടച്ച് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഓവൻ 375 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്. ഈ അടിച്ച മിശ്രിതത്തെ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്ത പൊടിയായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു വിസ്ക് കൊണ്ട്. 3rd സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. 4th സ്റ്റെപ്പ് ഒരു ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നല്ലതായിട്ട് പതപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത നെ ഒരു ബൗളിലേക്ക് ഇടുക എന്നുള്ളതാണ്. അതിലേക്ക് എടുത്തു വച്ചിരുന്ന ഒരു മൈദ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. കാഷ്നട്ടും ആൽമണ്ടും ഇത് നന്നായി മിക്സ് ചെയ്യുക. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് നല്ലപോലെ പതപ്പിച്ച മുട്ടവെള്ള വളരെ ജെൻറ്റിലായിട്ട് അതിനകത്ത് എയർ ബബിൾസ് ഒന്നും പോകാതെ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന മിക്സറുമായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുട്ട മിക്സഡ് ഫ്രൂട്ട് കേക്കിൻ്റെ മിക്സ്ചർ റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ മൈദ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഒരു സ്പെച്ചുല കൊണ്ട് അത് മിക്സ് ചെയ്യുക. അതിന് ശേഷം നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്ത ഒരു കോണിംഗ് വെയറിൻ്റെ ട്രേയിലേക്ക് ഈ മിശ്രിതത്തെ ഒഴിക്കുക. നേരത്തെ നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്ത കോണിംഗ് വെയറിൻ്റെ ട്രേയിലേക്ക് കേക്ക് മിശ്രിതം ഒഴിച്ചു. 5 മിനിറ്റ് പ്രീഹീറ്റ് 5 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 25 മിനിറ്റോളം ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഓവൻ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് പുറത്തെടുത്തപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതേപോലെ വന്നിട്ടുണ്ട്. ഇതിനെ ഒരു 5-6 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിരിക്കുകയാണ്. കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊന്ന് ഉറയ്ക്കും, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകത്തില്ല. ഞാനതിനെ ഒരു ട്രേയിലേക്ക് തിരിച്ചിടാൻ പോവുകയാണ്. തിരിച്ചിട്ടപ്പോൾ കേക്ക് ഈ രീതിയിൽ വന്നിട്ടുണ്ട്. പൊട്ടിപ്പോകാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. കോണിംഗ് വെയർ ട്രേ തന്നെ വേണമെന്നില്ല. അലുമിനിയം ട്രേയിലോ ബേക്കിംഗ് ട്രേയിലോ നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ക്രിസ്മസ് കേക്ക്, പ്ലം കേക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയും ഇതൊന്ന് മുറിച്ച് പരീക്ഷിച്ച് നോക്കാം. സ്വല്പം തണുപ്പിച്ചത് കൊണ്ട് കേക്ക് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും കേക്കിനെ നമുക്ക് വാള് പോലെ മൂർച്ചയുള്ള സോഫ്റ്റായ ഐറ്റങ്ങൾ വാള് പോലെ മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്മസ് കേക്ക്, പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. 2024 ക്രിസ്മസ് പ്ലം കേക്ക് നല്ല ഭംഗിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകളും പുതുപുത്തൻ വർഷത്തിൻ്റെ മംഗളങ്ങളും അഡ്വാൻസായിട്ട് മാർക്കസ് കിച്ചണിൽ നിന്ന് നേരുന്നു. ഇതൊരു നീണ്ട വീഡിയോയാണ്, ക്ഷമയോടുകൂടി കാണുക. ഇനിയൊരു പുതുപുത്തൻ എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.